ഒരു കണ്ണു കാണാൻ വയ്യാത്ത ഒരു മനുഷ്യന്റെ കാര്യമാണ് നമ്മൾ ദൈവവചനത്തിലൂടെ വായിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യനെ ബേത്സയിദയിൽ കർത്താവ് എത്തിയപ്പോൾ ഒരു മനുഷ്യനെ തൊടേണ്ടതിനായിട്ട്, കാഴ്ചയില്ലാത്തൊരു മനുഷ്യനെ തൊടേണ്ടതിനായിട്ട് നമ്മുടെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. കർത്താവ് ചെയ്തത് ആ മനുഷ്യനെ അവന്റെ കൈക്ക് പിടിച്ച് ഊരിന് പുറത്തേക്ക് കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പിയിട്ട് അവന്റെ മേൽ കൈവച്ച്, നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞത്, അവൻ മേലോട്ട് നോക്കി, എന്നിട്ട് പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണും, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രയെന്ന് പറഞ്ഞു. വീണ്ടും കർത്താവ് അവന്റെ കണ്ണിന്മേൽ കൈവച്ചപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചു. എല്ലാം സ്പഷ്ടമായിട്ട് കണ്ടു. കർത്താവ് അവനോട് പറഞ്ഞു, നീ ഊരിൽ കടക്ക പോലും അരുത് എന്ന് പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് അയച്ചു. നമ്മൾ ഈ വചനത്തിന്റെ ആത്മീയ ഭാഗത്തേക്ക് വരുമ്പോൾ ജീവിതത്തില് ചിലർ കാണുന്നുണ്ട്, പക്ഷെ വ്യക്തമായിട്ട് കാണുന്നില്ല. ആദ്യം ആ മനുഷ്യൻ കണ്ടത് മനുഷ്യരെ കണ്ടു. പക്ഷെ എങ്ങനെയാ കണ്ടേ? മരങ്ങൾ നടക്കുന്നത് പോലെ എന്നുള്ളതാണ്. യഥാർത്ഥത്തില് നമുക്ക് കണ്ണട, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണട മാറ്റാറ്. ചിലർക്ക് കണ്ണട ഇല്ല. എനിക്ക് കണ്ണട ആവശ്യമാണ്. കണ്ണിനൊരു കുഴപ്പമില്ലായിരുന്നപ്പോ കണ്ണട വെച്ച് തുടങ്ങിയതാണ്. ഇപ്പൊ കണ്ണട ഇല്ലാതൊരു കാര്യം എടുത്ത് നടക്കില്ല. അന്ന് ഇപ്പോഴൊന്നും അല്ല, ഒരുപാട് വർഷം വിവാഹത്തിനൊക്കെ മുമ്പ് ഇടയാനായിട്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു കണ്ണട ഉണ്ടായിരുന്നു ആ കാലഘട്ടം. വെയിൽ വരുമ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് ആവും, വെയിൽ മാറുമ്പോൾ പിന്നെ വെയിലത്തേക്ക് നമുക്കറിയാമല്ലോ, വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണട കറക്കും, അല്ലാത്ത സമയത്ത് വെള്ളയാവും. അങ്ങനെ കണ്ണട ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ലാത്ത സമയത്ത് വെച്ചതാണ്. പക്ഷെ ഇപ്പോൾ വ്യക്തമായിട്ട് കാണണമെങ്കിൽ കണ്ണട ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് കാഴ്ചയില്ലെങ്കിൽ കണ്ണട ആവശ്യമാണ്. കണ്ണടയില്ല എങ്കിൽ കാഴ്ചക്കുറവുള്ളവർക്ക് വ്യക്തമായി കാണാൻ കഴിയില്ല. പക്ഷേ ഒരാൾ പറയുകയാണ്, എനിക്ക് എല്ലാം കാണാം, കണ്ണടയുടെ ആവശ്യമില്ല. അദ്ദേഹത്തിന് കാഴ്ചക്കുറവുള്ള ഒരു മനുഷ്യനാണ്, എല്ലാം കാണാം, പക്ഷെ കണ്ണട ആവശ്യമില്ല. അത് എവിടെ ചെന്ന് അവസാനിക്കും? ഏതെങ്കിലും കുഴി ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ പ്രാവശ്യം അവന് കാഴ്ച കിട്ടിയപ്പോ കർത്താവ് ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ ഇപ്പോ? അവൻ ആദ്യത്തെ കാഴ്ചയിൽ തൃപ്തനല്ല. അവനൊരു ഭംഗിക്ക് വേണ്ടി പറഞ്ഞില്ല, കർത്താവേ ഇപ്പൊ എല്ലാം എനിക്ക് നന്നായിട്ട് കാണാം. അങ്ങനെ പോയിരുന്നെങ്കിൽ അവന് ശരിക്കുള്ള കാഴ്ച കിട്ടില്ലായിരുന്നു. അവൻ കർത്താവിന്റെ സന്നിധിയിൽ തുറന്ന് സമ്മതിച്ചു, ഇപ്പോ എനിക്ക് കാഴ്ച കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഇപ്പൊ മനുഷ്യരെയൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അവർ മരങ്ങൾ നടക്കുന്നത് പോലെയാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ കഴിയും, മരങ്ങളെ അവൻ നേരത്തെ കണ്ടിട്ടുണ്ട്. അവൻ നേരത്തെ മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവൻ ഇടക്കാലഘട്ടത്തിൽ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പോൾ അവൻ കർത്തൃസന്നിധി പറയുകയാണ്, എനിക്ക് ആ പഴയ കാഴ്ച എനിക്ക് വേണം. അതിനകത്ത് ഒരു തിരിച്ചറിവ് അവനുണ്ടായി. നമ്മളുടെ ആത്മീയ ജീവിതത്തെ കുറിച്ച് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ചില ആളുകൾ പറയുന്നു, എനിക്കെല്ലാം കാണാം. ലവോദിക്ക സഭയ്ക്ക് പറ്റിയതായിരിക്കുന്ന ഒരു പ്രശ്നം അതാണ്, എനിക്കെല്ലാം കാണാം, എനിക്ക് നല്ല കാഴ്ചയുണ്ട്. പക്ഷെ കർത്താവിനോട് പറയാണ്, മോനെ, ലവോദിക്ക സഭയിലുള്ള എല്ലാ ദൈവമക്കൾ, കൂടുന്നാണെന്ന് സഭ,
ആ സഭയിലുള്ള എല്ലാവരും അങ്ങനെ ആയിപ്പോയി. അതാണ് പ്രശ്നമായിപ്പോയി. ഒരു സഭയ്ക്ക് നിലനിൽക്കണമെങ്കിൽ കുറച്ചെങ്കിലും കുറെ പേർക്കെങ്കിലും കാഴ്ചപ്പാട് വേണം, അല്ലേ? പക്ഷെ ലവോദിക്ക സഭയുടെ പ്രശ്നം എല്ലാവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അതാണ് പ്രശ്നമായിപ്പോയി. അപ്പൊ ലവോദിക്ക കർത്താവ് ചില സമയത്ത് പറയുന്നുണ്ട്, കുറെ പേർ എനിക്ക് അവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ എനിക്ക് കുറച്ചു പേരുണ്ടെന്ന് പറയാൻ ആരുമില്ല. അതാണ് ലവോദിക്ക സഭയ്ക്ക് സംഭവിച്ചത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭകൾക്ക് സംഭവിക്കുന്ന കാര്യം, കാഴ്ചപ്പാടുള്ള ആളുകൾ ദൈവസഭയിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം, നീ നിന്റെ കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരണം. പ്രൈസ് ദി ലോർഡ്. ഈ മെസ്സേജിന്റെ എല്ലാം ഉദ്ദേശം എന്താണ്? ഉദ്ദേശം നമ്മൾ പഴയ കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരണം. ഉള്ളതിൽ തൃപ്തിപ്പെട്ടിരിക്കാതെ ഉള്ള കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു വരണം. ഈ കർത്താവ് അവനെ ഊരിന് വെളിയിലേക്ക് കൊണ്ടുപോയി. സ്ഥലം ബേത്സയിദയാണ്. ഈ ബേത്സയിദയിൽ വചനം നന്നായിട്ട് മനസ്സിലാക്കി വരണമെങ്കിൽ ഒപ്പം നിങ്ങൾ വരണം കേട്ടോ. അപ്പൊ ബേത്സയിദയിലേക്ക് കർത്താവ് കൊണ്ടുപോയപ്പോ ഇത് ബേത്സയിദയിൽ വെച്ച് സംഭവിച്ചത് യാദൃച്ഛികമല്ല. കാരണം ബേത്സയിദയുടെ ആ അപ്പോഴത്തെ സാഹചര്യങ്ങൾ, അപ്പോഴത്തെ ആത്മീയ കാഴ്ചപ്പാടുകൾ, കർത്താവിനോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമല്ല. ആമേൻ. മത്സ്യബന്ധകരുടെ വീട് എന്നാണ് വീട്. ആമേൻ. മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധം, മത്സ്യം കൊണ്ട് ഉപജീവിക്കുന്നവരുടെ ഒരു നാട് എന്നാണ് ഈ ബേത്സയിദ എന്ന സ്ഥലത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഗലീല കടലിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്തായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. ഒരു ചെറിയ ഗ്രാമമായിരുന്നു ഇത്. പക്ഷെ പിന്നീട് അത് പട്ടണമായിട്ട് മാറി. ധാരാളം യഹൂദന്മാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു മത്സ്യ ബന്ധന ഗ്രാമം. 1-ാം നൂറ്റാണ്ടില് പിന്നീട് ഹെരോദ ഫിലിപ്പ് ഈ ഗ്രാമം വികസിപ്പിച്ച് ഇത് നഗരമാക്കി മാറ്റി. പിന്നീട് ജൂലിയാസ് എന്ന പേരാക്കി മാറ്റി. കർത്താവിന്റെ കാലഘട്ടത്തില് ഒരു ചെറിയ ഗ്രാമമായിരുന്നു, പിന്നീട് അത് പട്ടണമായിട്ട് മാറി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഇത് മാറി. ഗ്രാമത്തിൽ നിന്ന് പണ്ട് കാലഘട്ടത്തില് നമുക്കറിയാം പഞ്ചായത്ത്, എന്റെ ഓർമ്മ ശരിയാണ്, നിങ്ങൾക്കറിയാം, ഇപ്പോഴതുണ്ടോന്ന് അറിയത്തില്ല, എ ഗ്രേഡ് പഞ്ചായത്തായിട്ട് മാറി. ഇന്ന് എ ഗ്രേഡ് പഞ്ചായത്ത് അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. പിന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയായി. മുനിസിപ്പാലിറ്റി പിന്നീട് എന്തായി മാറി? കോർപ്പറേഷനുകളായിട്ട് മാറി. വളർച്ചയാണ്. ബേത്സയിദ എന്ന് പറയുന്ന ഗ്രാമം ഒരു പട്ടണമായിട്ട് വളർന്നു. പക്ഷെ ഇല്ലാതിരുന്ന ഒന്ന് ആത്മീയമായ വളർച്ചയില്ലാതെ പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഭൗതികമായി വളർന്നു, പക്ഷെ ആത്മീയമായ വളർച്ചയില്ലാതെ പോയി. പ്രിയമുള്ളവരെ, ഈ ഭാഗമൊക്കെ ധ്യാനിക്കുമ്പോ എത്ര ആഴങ്ങളാണ് ദൈവാനുഭവത്തിൽ നമുക്ക് കിട്ടുന്നല്ലേ, അല്ലേ? എത്ര ആഴങ്ങളാണ്. എത്രയോ ആളുകൾ ഇന്ന് ഭൗതികമായി വളർന്നു, പക്ഷെ ആത്മീകമായി വളരാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അല്ലെ, വളരെ വേദനയോടുകൂടിയാണ് കർത്താവ് ബേത്സയിദയെ നിനക്ക് അയ്യോ കഷ്ടം. അതാണ് സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ബേത്സയിദേ നിനക്ക് അയ്യോ കഷ്ടമെന്ന്. അതാണ് സുവിശേഷം 11-ാം അധ്യായത്തിൽ 21-ാം വാക്യം എടുത്തവരാരെങ്കിലും ഉണ്ടെന്ന് വായിക്കാം.
ബേത്സയിദേ, നിനക്ക് അയ്യോ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായി. അതിനർത്ഥം എന്താന്ന് ചോദിച്ചാൽ, വളർന്നു. എങ്ങനെ വളർന്നു? ഇന്നത്തെ ഏറ്റവും വലിയൊരു അപകടമാണ് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. ചില പ്രിയമുള്ളവര് ദൈവസഭയിൽ സാക്ഷ്യം പറയാറുണ്ട്. പല സഭകളിലും കർത്താവിനെ ഒരുപാട് അനുഗ്രഹിച്ചു, അത് തന്നു, ഇത് തന്നു, അങ്ങനെ തന്നു, ഇങ്ങനെ തന്നു. ഹല്ലേലൂയ. പക്ഷെ അവരുടെ ആത്മീയതയിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന ആത്മീയത ഭൗതികതയാണ്. ഭൗതികതയുടെ അളവ് വെച്ച്, നിങ്ങൾക്ക് ഈ മെസ്സേജ് കേട്ട ഉറക്കം വരുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വചനം ധ്യാനിക്കുമ്പോൾ, വചനത്തിൽ നിന്ന് ഒപ്പം വരുമ്പോൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു മെസ്സേജാണ്, അല്ലേ? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവർ ആത്മീയമായിട്ട് വളർന്നു എന്നുള്ളത് അവർക്ക് കിട്ടിയ വീട്, സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ, കാറ് എന്ന് വേണ്ടി ഇതെല്ലാം വെച്ചിട്ടാണ് പറഞ്ഞത് കർത്താവിനെ അനുഗ്രഹിച്ചു. അനുഗ്രഹിത്തന്റെ മാനദണ്ഡം, അളവുകോൽ അവർ സമ്പത്തായി. ബേത്സയിദയിൽ നടന്ന വീര്യപ്രവർത്തികൾ കാണുമ്പോൾ കാലഘട്ടത്തിൽ അവർക്ക് പറയാൻ പറ്റും, ഓ ദൈവം എത്ര നല്ലവനാ, ദൈവം എത്ര മതിയായവനാ, ദൈവം എത്ര ഉന്നതനാ. നമ്മുടെ പട്ടണത്തോട്, നമ്മുടെ ഗ്രാമത്തോട് നമ്മുടെ കർത്താവ് എത്രമാത്രം കരുണ ചെയ്തു, എത്രമാത്രം സ്നേഹിക്കുന്നു. ഈ ബേത്സയിദയിൽ നടന്ന അത്ഭുതങ്ങൾ പോലും സോരിലും സീദോനിലും നടന്നിട്ടില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ കർത്താവിന്റെ വലിയ കൃപയാണ്. ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഈ അത്ഭുതങ്ങളൊക്കെ ഇത്രമാത്രം നടന്നത്. സാക്ഷ്യമുണ്ട് പറയാൻ. അവർക്ക് ഓരോ സഭകളിൽ ചെന്ന് ഓരോ ആഴ്ചയിലും പറയാൻ സാക്ഷിയുണ്ട്. മറ്റെങ്ങും നടക്കാത്ത വീര്യപ്രവൃത്തികൾ എവിടെ നടന്നിട്ടുണ്ട്? ഞങ്ങളുടെ ദേശത്ത് നടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ സാക്ഷ്യമുള്ളവരാ, ഞങ്ങൾക്ക് വലിയ സാക്ഷ്യം പറയാനുള്ളവരാ. പക്ഷെ കർത്താവ് പറയുന്നു, ബേത്സയിദേ, നിനക്ക് കഷ്ടമെന്നല്ല പറഞ്ഞു. ഒരു വാക്ക് കർത്താവ് ചേർത്തു, അതൊരു വിലാപമാണ്. അല്ലെ? ഒരു മനുഷ്യൻ വിലപിക്കുമ്പോൾ പറയുന്ന വാക്കാണ് അയ്യോ, അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ അതിനർത്ഥം ഒരു വിലാപമാണ്. എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നതിനകത്ത് അയ്യോ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ, അയ്യോ വിളിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ വിലപിച്ച് അലറിക്കരയുന്നതാണ്. കർത്താവ് പറയുന്നു, അയ്യോ ബേത്സയിദേ, നിനക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും അല്ല നമ്മുടെ ആത്മീയ വളർച്ച. നമ്മുടെ ആത്മീയ വളർച്ച എവിടെയാ കിടക്കുന്നത്? എവിടെയാ? നമ്മുടെ കാഴ്ചപ്പാട് വളരുമ്പോഴാണ്, നമ്മുടെ മനസ്സ് വിശാലമാകുമ്പോഴാണ്, ഹൃദയം വിശാലമാകുമ്പോഴാണ്. ഹൃദയം ഇടുങ്ങി ഇരുന്നിട്ട് നമുക്ക് കാഴ്ചപ്പാടിനെ കുറിച്ച് പറയാൻ പറ്റില്ല. കാഴ്ച ഇടുങ്ങിയിരുന്നിട്ട് നമ്മുടെ ദർശനം വളരാതെ നമ്മൾ നോക്കി. ഞാൻ എപ്പോഴും യോസഫിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോകും, പക്ഷെ എന്താണെന്നറിയാ കാര്യം? ചിലപ്പോൾ ചിന്തിക്കും ഭാഷ എപ്പോൾ പറഞ്ഞാലും യോസഫിനെ കുറിച്ച് പറയും, പക്ഷെ ഇത് വന്നു പോകുന്നതാണ്, അതുപോലെയല്ല. കാരണം യോസഫിന്റെ ദർശനം വളർന്നുകൊണ്ടിരുന്നു. തങ്ങളെ പൊട്ടക്കുഴിയിലിട്ട, കിണറ്റിലിട്ട സഹോദരന്മാർ മുമ്പ് നിൽക്കുമ്പോഴും യോസഫിന് കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് പറഞ്ഞത് സ്നേഹിക്കാൻ പറ്റിയത്, അവരെ സ്വീകരിക്കാൻ പറ്റിയത്, അവരെ ഉൾക്കൊള്ളാൻ പറ്റിയത്. യോസഫിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. നോക്കിയ കൊട്ടാരത്തിൽ എത്രയോ, അല്ല വീട്ടിൽ എത്രയോ രാജകുമാരനായിട്ട് വളർന്നൊരു മനുഷ്യൻ എത്ര വർഷങ്ങൾ പ്രിയമുള്ളവരെ എന്തെല്ലാം കഷ്ടം അനുഭവിച്ചു, ജയിലിൽ പോലും കിടന്നിട്ട്,
തൊലിയുരിയുന്ന വിചാരണയിൽപ്പെട്ടിട്ട് ഇന്നും ആ മനുഷ്യൻ സഹോദരങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ, സഹോദരങ്ങളെ കാണാൻ ആഗ്രഹിച്ചെങ്കിൽ, അതിനർത്ഥം ആ മനുഷ്യന്റെ കാഴ്ചപ്പാട് വളർന്നതുകൊണ്ടാണ്. ഇത് പകൽക്കാല ദൈവത്തിന്റെ വൈദ്യലേ കാഴ്ചപ്പാട് വളരണം. കാഴ്ചപ്പാട് വളർന്നാൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയും, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും, നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആ ഭാഗത്തോടെ നമ്മൾ ചിന്തിക്കണം. പക്ഷെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. ബെത്സയിദയിൽ എല്ലാവരും കർത്താവിന്റെ സന്നിധി വന്നില്ലെങ്കിലും എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം, ഈ സുവിശേഷം കേൾക്കുന്ന എല്ലാവരും ഒന്നും വിശ്വാസത്തിൽ വരില്ലെന്നേ. ദൈവവചനം കേൾക്കുന്ന എല്ലാവർക്കും ഒന്നും മാറ്റം വരില്ലെന്നേ. കർത്താവിന്റെ വചനം കേൾക്കുന്ന സമയത്ത് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, താഴേക്ക് കുനിഞ്ഞിരിക്കുന്നവരുണ്ട്, മുഖത്തേക്ക് നോക്കാത്തവരുണ്ട്, വചനം കേൾക്കുമ്പോൾ അലക്ഷ്യമായിരിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊക്കെ കാണുമ്പോ നമുക്കറിയാം ഇതൊന്നും മനസ്സിലാക്കാം. അവര് നന്നാകില്ലെന്ന് നമുക്കറിയാം, അവര് മാറ്റം വരില്ലെന്നറിയാം. പക്ഷേ കേൾക്കുന്ന ശേഷിക്കുന്നവർക്കൊരു മാറ്റം ഉണ്ടാവും. അതിനാ വചന ശുശ്രൂഷ. കേൾക്കുന്ന എല്ലാവരും മനസ്സാന്തരപ്പെടാതെ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ആ ചരിത്രം മറന്നുപോയി, ആരാണെന്ന് അറിയത്തില്ല കേട്ടോ. ഒരു ചരിത്രം ഞാൻ മറന്നുപോയി. ഇത് ഞാൻ ഓർത്ത് നേരത്തെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ വിഷയത്തെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് ഞാൻ പറയുക. പക്ഷേ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന്റെ പേര് മറന്നു കേട്ടോ, പിന്നീട് ഒരു സമയം ഞാൻ പറയാം, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ ചോദിച്ചിരുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി അധിക നാള് സഭയിലൊന്നും ഇരിക്കട്ടെ, താങ്കൾ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, താങ്കളുടെ മെസ്സേജിനൊന്നും വലിയ ഞങ്ങൾക്കൊരു ചലനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇനി അധിക നാളൊന്നും പ്രസംഗിക്കണ്ട, അടുത്ത സ്ഥലമാറ്റത്തിന്റെ സഭയിൽ പൊക്കണം. ഹല്ലേലൂയ. കടന്നിലോടുകൂടിയാണ് അദ്ദേഹം സഭയിൽ നിന്ന് പോയത്. ഇവിടെ നിന്നല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ കേരളത്തിൽ സംഭവിച്ച കാര്യമല്ല. ഞാൻ സന്ദർഭവും പേരും ഒക്കെ മറന്നുപോയില്ലോ. വേദനയോടുകൂടി സഭയിൽ നിന്ന് പോയി. നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോ എന്റെ ഓർമ്മയിൽ നിന്നാ ഇപ്പൊ പറയുന്നത്. പിന്നീട് ഞാൻ നന്നായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി പറയാം. അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുമ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരാൾ അവിടെ വന്നു. ലോകത്തിൽ അന്ന് അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷം. അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ടുണ്ട്. എന്നെ അറിയാമോ? എന്നെ അറിയത്തില്ല മോനെ. അല്ല, അറിയത്തില്ല. എന്നാ എനിക്ക് പാസ്റ്റേ അറിയാം. ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ട് മനസ്സാന്തരപ്പെട്ട് ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ് അദ്ദേഹത്തെ കാണാൻ വന്നത്. ചെന്നിട്ട് ചോദിച്ചു, എന്നെ അറിയുമോ? എന്നെ അറിയില്ല. അല്ല, എനിക്കറിയില്ല മോനെ, ഞാൻ ഇന്നാരാണ്. അതറിയാം. അദ്ദേഹം ആരാണെന്നറിയാം, കാരണം അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നെ അറിയുമോ എന്ന് ചോദിച്ചപ്പോ, ഞാൻ പണ്ട് അങ്ങനെ സഭയിലുണ്ടായിരുന്ന ഒരു കുട്ടിയാണ്, അതാ ചോദിച്ചത്, എന്നെ അറിയുമോ? ഇപ്പൊ പറഞ്ഞു, എന്നെ അറിയില്ല. പക്ഷെ ഞാൻ ദൈവസഭയിലകത്ത് ഒരു ദിവസം വന്നപ്പോ അങ്ങയുടെ സുവിശേഷം കേട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. അങ്ങയുടെ വചന ശുശ്രൂഷയിലാണ് ഞാൻ മനസ്സാന്തരപ്പെട്ടത്. അങ്ങയുടെ ശുശ്രൂഷയിലാണ് ഞാൻ സമർപ്പിച്ചത്. ആ മനുഷ്യൻ ആ സഭയിൽ ശുശ്രൂഷിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ അതേ സഭയിൽ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു കുഞ്ഞ്
അവൻ മാനസാന്തരപ്പെട്ടു. അതേ സഭയിൽ, അതേ മെസ്സേജിൽ, അതേ ശുശ്രൂഷകളിൽ അദ്ദേഹം ലോകമറിയുന്ന ഒരു പ്രാസംഗികനായി മാറി. കാര്യകേൾക്കുന്ന സ്തോത്രം ചെയ്ത ഒരേ സഭയിൽ വെച്ച് സംഭവിച്ച കാര്യം. ഇപ്പൊ എല്ലാവരും ഒന്ന് മാനസാന്തരപ്പെടുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല, കർത്താവിന്. അപ്പൊ ഈ ബെത്സയിദയിൽ വെച്ച് കർത്താവ് പറഞ്ഞു, ബെത്സയിദയിൽ നിനക്ക് അയ്യോ കഷ്ടം, നിന്നിൽ നടന്ന വീരപ്രവൃത്തികൾ ഉണ്ടായിരുന്നെങ്കിൽ സീദോൻ ഇതൊക്കെ മാനസാന്തരപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ 3 പേര് ബെത്സയിദയിൽ കർത്താവിനെ അനുഗമിച്ചു. ആ 3 പേര് ഇപ്പൊ കർത്താവിനോട് കൂടെ ഉണ്ട്. പേര് പറയാമോ? അവരുടെ പേര് ബെത്സയിദയിൽ കർത്താവിനെ വിളികെട്ടിറങ്ങി തിരിച്ചവർ പത്രോസ്, അന്ത്രയോസ്, ഫിലിപ്പോസ്. കരകേൾക്കുന്ന സ്തോത്രം ചെയ്ത ഇവരെല്ലാം ബെത്സയിദ സ്വദേശികളാണ്. പക്ഷെ യേശു കർത്താവിന്റെ അത്ഭുതങ്ങൾ കണ്ടവര്, കൂടനെ കാഴ്ച ലഭിച്ചവര്, അപ്പം വർദ്ധിച്ച ആ സ്ഥലം. പക്ഷെ ഇവരെല്ലാം, മറ്റുള്ളവരെല്ലാം ആത്മീയമായി പലരും പരാജയപ്പെട്ടപ്പോൾ കർത്താവിന് വേണ്ടി നിൽക്കാൻ അവിടെ നിന്ന് എഴുന്നേറ്റ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാല കാര്യങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. അത്ഭുതങ്ങൾ കണ്ടവർ വിശ്വസിച്ചില്ലെങ്കിലും, യേശുവിനെ കണ്ടവർ വിശ്വസിച്ചില്ലെങ്കിലും, വചനം കേട്ടവർ വിശ്വസിച്ചില്ലെങ്കിലും, അവര് മാറിയില്ലെങ്കിലും, മാറാത്ത ഹൃദയമുണ്ടെങ്കിലും കർത്താവിനെ സന്തോഷിക്കാൻ ചിലരതിനകത്തുണ്ട്. കർത്താവിനെ കരയാൻ ചിലരതിനകത്തുണ്ട്. ആ നാടിന്റെ പ്രതികരണത്തെ കർത്താവ് വേദനിപ്പിച്ചെങ്കിൽ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സന്തോഷിപ്പിക്കുന്ന ചിലരകത്തുണ്ട്. ലവോദിക്ക സഭയ്ക്കകത്ത് ആമേൻ സന്തോഷിക്കുന്നവര് ആരുമില്ലാതെ. ആമേൻ. ലവോദിക്ക സഭയ്ക്ക് കാഴ്ചയില്ലായിരുന്നു. അപ്പൊ ഈ കുരുടനെ പോലെ ആയിരുന്നു ജനവും. ജനത്തിനും യേശു കർത്താവിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അതിനകത്ത് വിശ്വാസമുള്ള ചിലരുണ്ടായി. കാരണം ആ വാക്യം ഒന്ന് വായിച്ച്, ചിലർ യേശു കർത്താവിന്റെ അടുത്തേക്ക് ഒരു കുരുടനെ കൊണ്ടുവന്നു. അവൻ സ്വയമായിട്ട് വന്നതല്ല, മറിച്ച് അങ്ങനല്ലേ വചനം വായിക്കുന്നത്. അവൻ ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടേണമെന്ന് അപേക്ഷിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ സ്വന്തം വന്നതല്ല. പക്ഷേ ഈ അവിശ്വാസമുള്ള സ്ഥലത്തും അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടായി. എങ്ങനെയെങ്കിലും ഇവന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാഴ്ച ഉള്ള ചിലർക്ക് കാഴ്ചയില്ലാത്തവനെ കണ്ടപ്പോ ഒരു വേദനയുണ്ടായി. ഇന്ന് കഷ്ടത്തിലിരിക്കുന്നവരെ കാണുമ്പോ നമുക്കൊരു വേദനയുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടാനുള്ളൊരു വഴി നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അവന് രക്ഷ കിട്ടിയത് അവന്റെ വിശ്വാസം കണ്ടിട്ടാണ് അല്ല. ഒരുപക്ഷെ ചിലപ്പോ അവൻ പറഞ്ഞു കാണുമായിരിക്കാം, യേശുവിന്റെ അടുത്ത് എന്നെ കൊണ്ടുപോകും, എനിക്ക് യേശുവിന്റെ അടുത്ത് പോകാനുള്ള വഴി എനിക്കറിയില്ല, എന്നെ കൊണ്ടുപോയെന്നൊരു പക്ഷെ പറഞ്ഞ് കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും ഒരുപക്ഷെ അവൻ പറയാതെ എന്നെ അവന് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടായിട്ട് കൊണ്ടുവന്നതാണോ എന്നറിയത്തില്ല. പക്ഷേ അവനെ കർത്താവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോ കർത്താവ് അവന്റെ കൈക്ക് പിടിച്ചു. ആമേൻ. ആരാണ് പിടിക്കുന്നതെന്ന് അറിയില്ല, കാരണം ഇതുവരെ പിടിച്ചൊരു കൈയല്ല, കൈകളല്ല പിടിച്ചേക്കുന്നത്. ചിലർ പിടിച്ചോണ്ടാണല്ലോ കൊണ്ടുവന്നത്. ആ കയ്യിൽ നിന്നൊരു വ്യത്യസ്തമായൊരു കൈയാണ് കേട്ടത്.
കർത്താവിന്റെ കൈക്ക് വലിയ പ്രകാശം. കർത്താവ് അവന്റെ കൈക്ക് തൊട്ടപ്പോ അവന്റെ ശരീരത്തിലേക്ക് ശക്തി അങ്ങോട്ട് ചെന്ന് അങ്ങനെയൊന്നും അവൻ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ അവന്റെ കൈക്ക് പിടിച്ചിട്ട് യേശു കർത്താവ് അവനെ പിടിച്ച് അവനെ ഊരിന് പുറത്തേക്ക് കൊണ്ടുപോയി. കൂടെ വന്നവരോട് കർത്താവ് പറഞ്ഞതാണ്, ഇനി ഞാൻ അവനെ പിടിച്ചോട്ടെ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങൾ ഇവിടെ നിന്നാ മതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിന്റെ അടുത്തേക്ക് നമുക്ക് ഒരാളെ കൊണ്ടുപോയാൽ ബാക്കി കാര്യം കർത്താവ് നോക്കുന്നേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരു വ്യക്തിയെ ഏറ്റെടുത്തു. പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം, കർത്താവ് ഒരുവന് മാറ്റം കൊടുക്കുന്നത് ചിലപ്പോൾ ഒരുമിച്ചല്ല, അല്ലേ? അവന്റെ മേൽ 2 പ്രാവശ്യം കർത്താവ് കൈവച്ചു. ആദ്യത്തെ പ്രാവശ്യം കൈവച്ചപ്പോൾ അവന്റെ കാഴ്ച എങ്ങനെയായിരുന്നു? മരങ്ങൾ കാണുന്നത് പോലെ. രണ്ടാമത് കൈവച്ചപ്പോഴാണ് അവന് കാഴ്ച ലഭിച്ചത്, ശരിയായ കാഴ്ച ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അവൻ സൗഖ്യം പ്രാപിച്ചു. എന്ന് പറഞ്ഞാൽ കർത്താവ് അവന്റെ കൈക്ക് പിടിച്ചപ്പോൾ അവൻ കർത്താവിന്റെ ഒപ്പമാണ്. അതാണ് വിഷയം. അവരെ കൊണ്ടുപോയത് ഊരിന് പുറത്തേക്കാണ്. എനിക്ക് ഇപ്പൊ സൗഖ്യം കിട്ടണമെന്ന് ഞാൻ വരത്തില്ല കേട്ടോ, എനിക്ക് ഇപ്പൊ സൗഖ്യം തരണമെന്നല്ല. അവർ കർത്താവിന്റെ കൂടെ പോയി. എന്താ സൗഖ്യം തരാത്തത്? ഒന്നല്ലേ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതല്ലേ, ഇനി കണ്ണു കാണാൻ വയ്യാത്ത എന്നെ മരിച്ചോണ്ട് എങ്ങോട്ട് കൊണ്ടുപോയി ചോദ്യമൊന്നും ചോദിച്ചില്ല. യേശു കർത്താവ് നമുക്കൊരു വിടുതല തരാൻ നിശ്ചയിച്ചിരിക്കുമ്പോൾ, പ്രിയമുള്ള കുഞ്ഞേ, നീ കർത്താവിന്റെ പിന്നാലെ പോണം, ചോദ്യം വേണ്ട. പത്രോസിനെ വിളിച്ചപ്പോ, അന്ത്രോസിനെ വിളിച്ചപ്പോ, യോഹന്നാനെയൊക്കെ വിളിച്ചപ്പോ ചോദ്യമൊന്നും ചോദിച്ചില്ല. ഈ മീൻ ഇനി എന്തോ ചെയ്യും? ഈ മീൻ പിടിച്ചത് വെറുതെ ആയല്ലോ. ഇന്നലെ രാത്രി നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചു. അതിന് എന്തോ ആയോ? അമ്മ ഇത് ആദ്യത്തെ വിളിയെ കുറിച്ചാ പറയുന്നത്. എന്തോ ഇതെന്തോ ചെയ്യും? ഇതൊന്നുമില്ല, ചോദ്യമില്ല. അതെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകും. കാരണം യേശു കർത്താവ് നിന്റെ കൈക്ക് പിടിക്കുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിടാൻ വേണ്ടി പിടിച്ചതല്ല. ഹല്ലേലൂയ. നിന്നെ കർത്താവ് പിടിച്ചാൽ, നിന്റെ കൈക്ക് കർത്താവ് പിടിച്ചു. എത്രയോ പേര് അവിടെയുണ്ട്, അവിടെ ആരുടെ കൈക്ക് കർത്താവ് പിടിച്ചില്ലല്ലോ. അതൊരു ഭാഗ്യമാണ്. കർത്താവ് നിന്റെ കൈക്ക് പിടിച്ചാൽ നീ കുതിരരുത്. കർത്താവിന് പിന്നാലെ നീ പോകണം. ഒരു പക്ഷേ ഞാൻ ഇത് പറയുമ്പോ ഒരു ഉദാഹരണം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിട്ടിട്ട് പോകാൻ പ്രലോഭനങ്ങളൊക്കെ വരും. ചിലൊക്കെ ചോദിക്കും, എവിടെ പോവാ? യേശു ഒരാളെന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. എവര് കാണത്തില്ലെങ്കിലും മറ്റവർക്ക് കാണാം. അവര് യേശു അല്ലേ കൈക്ക് പിടിച്ചത്. യേശുവിന് നിന്നെ ഊരിന് കൊണ്ടുകൊണ്ട് പുറത്ത് കൊണ്ടുകൊണ്ട് ഊരിന് ഗ്രാമത്തിന് പുറത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. യേശുവിന് ഇവിടെ സൗഖ്യം തരാൻ കഴിയില്ലേ? നോക്കിയാൽ മതിയല്ലോ. ഈ വന്നവർക്ക് ഒരു വാചകമുണ്ട്. അവര് പറഞ്ഞത് അവനെ തൊട്ട് സൗഖ്യമാണ്. കാരണം വന്നവർക്കും ഒരിതുണ്ട്, യേശു തൊട്ടാൽ സൗഖ്യമാണ്. തൊട്ടാലേ സൗഖ്യമാകുള്ളൂ. ഈ വന്നവരുടെ ചിന്താഗതി ഇതാണ്, യേശു തൊട്ടാലേ സൗഖ്യമാകുള്ളൂ, പറഞ്ഞാൽ സൗഖ്യമാകത്തില്ലെന്ന്, നോക്കിയാൽ സൗഖ്യമാകത്തില്ല. ഇതൊന്നും അവർ ചിന്തിച്ചില്ല. അവർക്ക് ചിന്ത തൊട്ടാലേ സൗഖ്യമാകത്തുള്ളൂ. യേശു കർത്താവ് തൊട്ടതല്ല, അവനെ പിടിച്ചതാണ്. അവൻ തൊടാതെ പിടിക്കാൻ പറ്റുമോ? നോക്കിയേ, നമ്മൾ എന്റെ ചിന്തയിലേക്ക് ഒന്ന് വന്നേ, എന്റെ ഒപ്പം ഒന്ന് വന്നേ. നിങ്ങൾക്ക് ഈ വചനത്തിന്റെ ഒപ്പം വരാൻ പറ്റുന്നുണ്ടോ? കാര്യം പറഞ്ഞത് സ്തോത്രം ചെയ്ത തൊട്ടപ്പോഴും സൗഖ്യമായില്ലെന്നേ, പിടിച്ചപ്പോഴും സൗഖ്യമായില്ലെന്നേ.
കൂടെ കൊണ്ടുപോയപ്പോഴും സൗഖ്യമാകുന്നില്ലെന്നേ. ഹല്ലേലൂയ. ഈ ഊരിനകത്ത് സൗഖ്യമായില്ലെന്നേ. പിന്നെ എവിടെ കൊണ്ടുപോവാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, നീ കർത്താവിന്റെ കരങ്ങളിൽ ഒന്ന് ഒതുങ്ങിയിരുന്നാൽ മതി. നിന്നെ അവൻ പിടിച്ചതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാനുണ്ട്, ഒരു കൃപയുണ്ട്. 10,000ങ്ങളുടെ നടുവിൽ 10,000ങ്ങളിൽ ശ്രേഷ്ഠതയുള്ളവൻ, 10,000ങ്ങളിൽ സുന്ദരനായ ക്രിസ്തു നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ശ്രേഷ്ഠതയുണ്ട്. ഇപ്പോഴവനെ പിടിച്ചോണ്ട് പോവുകയാണ്. കാണാൻ പറ്റുന്നില്ല, അവന് മാറ്റമൊന്നും വന്നില്ല. വന്നവര് പറഞ്ഞത് എന്താണല്ലോ, നമുക്ക് യേശുവിന്റെ അടുത്തൊന്ന് പോകാം. എന്തിനാ പോന്നെ? യേശു ഒന്ന് തൊട്ടാ മതി, നീ സൗഖ്യം പ്രാപിക്കും. ഇപ്പൊ അവന്റെ ചോദ്യം ഇല്ല, ഉള്ളിൽ തൊട്ടിട്ട് കുറെ സമയമായല്ലോ, തൊട്ടിട്ട് കുറെ സമയമായല്ലോ. തൊടുക മാത്രമല്ല, പിടിക്കുകയും ചെയ്തല്ലോ. ഇപ്പൊ എന്നെ കൊണ്ടുപോവാണല്ലോ, എന്നുള്ള സൗഖ്യമായില്ലല്ലോ. ഹല്ലേലൂയ. പിശാച് സംശയം ഉണ്ടാക്കും. മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല നിന്റെ ജീവിതത്തിൽ വിടുതൽ. മറ്റുള്ളവർ പറയുന്ന ചില അനുഭവങ്ങളിലുള്ള വിടുതലാ. പക്ഷെ നിന്റെ ജീവിതത്തിൽ അനുഭവം എന്ന് പറയുന്നത് വേറെയാണ്. നീ മറ്റൊരാളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നീ യേശു കർത്താവിനെ ശുശ്രൂഷ നീ അണക്കരുത്. നിനക്ക് വേറെ അനുഭവം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. കരങ്ങൾ ഉയർത്തി എന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അവന്റെ കുരുടന്റെ കൈക്ക് പിടിച്ച് അവന്റെ ഊരിനെ പുറത്ത് കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തുപ്പി. Praise the Lord. ഈ അനുഭവം ആർക്കാ ഉള്ളേ? ഈ അനുഭവം ആർക്കാ ഉള്ളേ? ഇത് നിനക്ക് മാത്രമേ ഉള്ളന്നേ. അപ്പൊ അവൻ ഇതുവരെ ഊരിന് പുറത്ത് പോയിട്ടില്ല. കർത്താവിന്റെ ഒപ്പം ഇവൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. അവന്റെ കൂടെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. നീ വിട്ടുപോകും. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഒരു കുഞ്ഞ് എങ്ങനെയാണോ അപ്പന്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നത് പോലെ നീ നിന്റെ കർത്താവിന്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കണം. നീ വിട്ടിട്ട് ഓടരുത്. ഒരു കുഞ്ഞ് അപ്പനൊപ്പം ചന്തയിൽ പോയി. വലിയ തിരക്കാണ്, ആളുകൾ നിറഞ്ഞു നിൽക്കുക. കുഞ്ഞ് അപ്പനോട് ചോദിച്ചു, അപ്പാ ജനമാണല്ലോ. ഉദാഹരണ ചോദിച്ചതുപോലെ, അപ്പാ ജനമാണല്ലോ, ഭയങ്കര ജനമാണല്ലോ, അപ്പന്റെ കയ്യിൽ നിന്ന് പിടി ഞാൻ വിട്ടുപോകുമോ? ജനത്തിന് നടുവിൽ അപ്പൻ എന്നെ വിടുവോ? അപ്പൻ പറഞ്ഞു, മോനെ ഞാൻ നിന്നെ വിടത്തില്ല. എത്ര തിരക്കൊണ്ടേലും എത്ര തിരക്കാണേലും ഞാൻ നിന്നെ വിടില്ല. കൊച്ചു ധൈര്യമായി. കുറച്ചങ്ങോട്ട് ചെന്നപ്പോ കാണുന്നു ചോക്ലേറ്റ് ഇരിക്കുന്നു, കളിപ്പാട്ടം ഇരിക്കുന്നു. കൊച്ചു കാണുക. വായിക്കാൻ പൈസ ഒന്നുമില്ല, വായിച്ചു കൊടുക്കേണ്ട അപ്പനാ. കണ്ടപ്പോ കൊച്ചിന് ഒരു ജിജ്ഞാസ. ജനക്കൂട്ടത്തിന് നടുവിൽ കൊച്ച് ഇത് കണ്ടപ്പോ ഒരു നിമിഷം അവൻ അപ്പന്റെ സുരക്ഷിതത്വം മറന്നുപോയി. അപ്പന്റെ കയ്യാ മറന്നു. ആ കുഞ്ഞ് ഒരു നിമിഷം ഓടുകയാണ് കളിപ്പാട്ടക്കടയിലേക്ക്. ചോക്ലേറ്റ് ഉള്ള സ്ഥലത്തേക്ക് ഓടുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അപ്പനെ കാണാനില്ല. കുഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പ എന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോൾ നിലവിളിച്ച് കരയാൻ തുടങ്ങിയപ്പോ പിന്നെ നിന്ന് ഒരു സ്വരം കേട്ടു, മോനെ. ഓ അപ്പ, എന്തിനാ എന്നെ വിട്ടത്? കുഞ്ഞ് ചോദിച്ചു. അപ്പൊ അപ്പം പറഞ്ഞു,
ഞാൻ നിന്നെ വിട്ടില്ല, നീ എന്നെ വിട്ടിട്ട് പോയത്. പക്ഷെ നീ എന്നെ വിട്ടിട്ട് ഓടിയപ്പോഴും നീ പോയതിന് പുറകെ ഈ ജനക്കൂട്ടത്തിന്റെ തിരക്കിൽ ഞാൻ നിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. നീ എനിക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാ. ഇതിന് അപ്പന്റെ സ്നേഹം. നമ്മൾ അപ്പന്റെ കൈ പിടിച്ച് ഓടുമ്പോഴും പ്രിയമുള്ള കുഞ്ഞേ, ഈ അപ്പന്റെ സ്നേഹം, അപ്പന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ദൈവകുഞ്ഞുങ്ങളെ, പലപ്പോഴും ഈ ലോകത്തിന്റെ ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ കാണുമ്പോ ഈ അപ്പനെ വിട്ട് നമ്മൾ ഓടാറില്ലേ? അപ്പന്റെ സാന്നിധ്യം മറക്കാറില്ലേ? അപ്പന്റെ സ്നേഹം മറക്കാറില്ലേ? അപ്പന്റെ സുരക്ഷിതത്വം മറക്കാറില്ലേ? പക്ഷെ നമ്മളെ വിട്ട് നമ്മുടെ അപ്പം പോകില്ല കേട്ടോ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടി അല്പ ദിവസങ്ങൾ ഞാൻ നിനക്ക് മറഞ്ഞിരുന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കില്ല. അല്പ ദിവസങ്ങൾ ഞാൻ നിന്റെ കണ്ണിന് മുമ്പിൽ മറന്നിരുന്നാലും, നീ എന്നെ കാണാതിരുന്നാലും, നിന്റെ ലക്ഷ്യം മാറിപ്പോയാലും എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിന് മാറ്റമില്ല. അത് ദൈവത്തിന്റെ സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ യേശുവിന്റെ കയ്യിൽ ആരിയിരിക്കുക എന്ന് പറഞ്ഞേ? ഇത് കൂടെ ഇരിക്കുക. ഒരുപക്ഷെ യേശു കർത്താവിനേക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരു മനുഷ്യനായിരിക്കും ഇദ്ദേഹം. ഒരുപക്ഷെ യേശു കർത്താവിനേക്കാൾ ചെറുപ്പമായിരിക്കാം, നമുക്കറിയില്ല. ഒരുപക്ഷെ ഇനി പ്രായം കൂടിയാലും യേശു കർത്താവിനേക്കാൾ ചെറുപ്പമാണെങ്കിലും പ്രായം നോക്കരുത്, കർത്താവിന്റെ ഒപ്പം നടക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടത്തിൽ നിന്ന് നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതായി നിന്നെ ഒറ്റപ്പെടുത്താനല്ല കേട്ടോ. നീ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നപ്പോ നിനക്ക് തോന്നുന്നു നീ ഒറ്റപ്പെട്ടു പോയ. ആമേൻ, ആമേൻ, ആമേൻ. ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നും. പക്ഷെ ഒറ്റപ്പെടുത്താനല്ല ദൈവം നിന്നെ വീട്ടിൽ നിന്ന് കൈക്ക് പിടിച്ച് വെളിക്കൊണ്ടുവന്നു. പലയിടത്തും നീ ഒറ്റയാ, പലയിടങ്ങളിൽ നീ ഒറ്റയാ, പലയിടങ്ങളിൽ നീ ഒറ്റയാ. നിന്റെ വിശ്വാസം ഒറ്റപ്പെട്ടതാ, നിന്റെ വിശ്വാസം ഒറ്റപ്പെട്ടതാ. നിന്റെ പ്രത്യാശ ഒറ്റപ്പെട്ടതാ, നിന്റെ പ്രാർത്ഥന ഒറ്റപ്പെട്ടതാ, നിന്റെ ആരാധന ഒറ്റപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒറ്റപ്പെടാനല്ല ദൈവം നിന്നെ വിളിച്ചത്, മാറ്റി നിർത്തി നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാനാണ്. ഹല്ലേലൂയ. മാറ്റി നിർത്തി അത്ഭുതം ചെയ്യാനാണ്, മാറ്റി നിർത്തി അത്ഭുതം ചെയ്യാനാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇതുപോലുള്ള അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിൽപ്പെട്ടവർ കണ്ടിട്ടുണ്ട്. ബേത്സയിദ ഗ്രാമം കണ്ടിട്ടുണ്ട്. ഈ ഗ്രാമം സുവിശേഷം പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പല പ്രാവശ്യം മനസ്സാന്തരപ്പെടാൻ ദൈവം അവരോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് അവരെ കണ്ടിട്ട് പറഞ്ഞത്, ബേത്സയിദേ കയ്യോ കാട്ടം, നിന്നെ നടന്ന വീരപ്രവർത്തികൾ ജോലിയുള്ളവർ കണ്ടിരുന്നെങ്കിൽ അവർ രട്ടിലും വെട്ടിയിലും വിടുന്ന് അവരെന്നെ മാനസാന്തരപ്പെടുമായിരുന്നു. മാനസാന്തരപ്പെടാത്തവരുടെ ഇടയിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞെ, നീ ഒരു വേറൊരു അനുഭവത്തിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവസഭയ്ക്കകത്ത് നിനക്കൊരു വേറൊരു അനുഭവം വേണം, വേറിട്ടൊരു അനുഭവം വേണം. ഈ വേറിട്ടൊരു അനുഭവം ഇല്ലാതെ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഞാൻ പ്രസംഗിക്കുന്നത് ഓൺലൈനിലും കൂടിയാണ് കേട്ടോ. ചിലർ സഭയിൽ വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ ജീവിതം മാറുന്നില്ല. ആത്മാവിന്റെ അതൊരു തരത്തിലുള്ള ആത്മാവാണെന്ന് ഞാൻ പറയുന്നു. അത് ബേത്സയിദയുടെ ആത്മാവാണ്. വചനം കേട്ടാലും മാനസാന്തരപ്പെടാത്ത ആത്മാവ്, വചനം കേട്ടാലും മാനസാന്തരപ്പെടാത്ത ആത്മാവ്.
വചനം കേട്ടാൽ മാറ്റം വരാത്ത ആത്മാവ്, വചനം കേട്ടാൽ ഉൾക്കൊള്ളാത്ത ആത്മാവ്, വചനം കേട്ടാൽ യേശു കർത്താവിനെ വിശ്വസിക്കാത്ത ആത്മാവ്, അവരിൽ ഒരു മാറ്റവുമില്ല. പക്ഷെ ആത്മാവിന്റെ നടുവിൽ നിന്ന് കർത്താവ് നിന്നെ വേറെ വിട്ട് കൊണ്ടുപോയിട്ട് ചില അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്ക്. സംശയമുള്ളിടത്ത്, നിന്നെ ഉള്ളിടത്ത്, പരിഹാസമുള്ളിടത്ത് അവിടെ നിന്ന് മാറ്റി നിന്നെ കൊണ്ടുപോയിട്ട് ദൈവം നിന്നെ ഒരു പാത്രമാക്കാൻ പോവുകയാണ്. ജീവ കൗടി ലഗലഗ സന്ദർഭവിടവരവ. ഹല്ലേലൂയ. സംശയത്തിന്റെ നടുവില്, സംശയിക്കുന്നവരുടെ നടുവിൽ ദൈവം നിന്നെ തൽക്കാലം ഒന്ന് മാറ്റുകയാണ്. അവിശ്വാസം നടുവിൽ ദൈവം നിന്നെ ഒന്ന് മാറ്റുകയാണ്. ആ കൂട്ടത്തിൽ ദൈവം നിന്നെ ഒന്ന് മാറ്റുകയാണ്. നിന്ന പറയുന്ന ഇടയിൽ നിന്ന് ദൈവം നിന്നെ ഒന്ന് മാറ്റുകയാണ്. നിന്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ഇടയിൽ നിന്ന് ദൈവം നിന്നെ ഒന്ന് മാറ്റുകയാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ നിന്റെ ദേശം വിട്ട് പുറപ്പെടാൻ. ഞാൻ എന്റെ ജീവിതത്തെ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു കേട്ടോ. ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് പരസ്യമായി അങ്ങനെ പറയാൻ പറ്റും. കഴിഞ്ഞ ദിവസവും ചിന്തിച്ചു. മടങ്ങി ചെല്ലാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ മടങ്ങി ചെന്നിരുന്നെങ്കിൽ, ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എങ്ങനെ ആവില്ലായിരുന്നു. ഞാൻ വേറൊരു തലത്തിലാകുമായിരുന്നു. പക്ഷെ വേറെ വിട്ട് വന്നതുകൊണ്ടാ, മാറിയതുകൊണ്ടാ. അവനെ നമ്മുടെ കർത്താവിന്റെ കയ്യിൽ കർത്താവിനെ പിടിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ തൽക്കാലം കാണുന്ന ചോക്ലേറ്റുകൾ, കളിപ്പാട്ടങ്ങൾ കണ്ട് ഓടിപ്പോകാഞ്ഞതുകൊണ്ടാ ദൈവം എന്റെ അവസ്ഥക്ക് മാറ്റം വരുത്തിയത്. ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പറയാം, അത്രയൊക്കെ പറയാൻ പറ്റും. ഇബ്രാഹിമിന്റെ ദൈവം പറഞ്ഞു, നിന്റെ ദേശപ്പെട്ട് പുറപ്പെടണം. പിന്നെ വേർതിരിച്ചു, പിന്നെ അനുഗ്രഹിച്ചു. ഒന്ന്, കർത്താവ് പറഞ്ഞു നിന്റെ ദേശം വിട്ട് പുറപ്പെടാൻ. അവർക്ക് കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോ ദൈവം അവിടെ നടുവിൽ നിന്ന് വേർതിരിച്ചു. ഇടയ്ക്ക് ലോകത്തുണ്ടായിരുന്നു. ലോകത്തിന് വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു, നീതിമാനായിരുന്നു. പക്ഷേ ആ ഒരു കൂടാരത്തിനകത്ത് ലോത്തും അബ്രഹാമും ലോത്തിന്റെ മനസാന്തരമില്ലാത്ത ഭാര്യയും ലോകത്തെ സ്നേഹിക്കുന്ന ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടും അവിടെ മരുമക്കളുമായിട്ട് ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ലെന്നേ, പരിഹസിക്കപ്പെടുമെന്നേ. അബ്രഹാമിന്റെ ഭവനത്തിൽ മറ്റൊരാളുണ്ടായിരുന്നു, ഹാഗാറും മകനും. അവർ പരിഹാസികളായിരുന്നു. ദൈവം പറഞ്ഞു, മോനെ അബ്രഹാമേ, നിനക്ക് വേദന ഉണ്ടാകും. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ അബ്രഹാം നീതിമാനായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, മനസ്സിലുള്ള വ്യക്തിയായിരുന്നു, ധാർമ്മിക ബോധമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണല്ലോ മക്ബേല ഗുഹ വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വില കൊടുത്തു വാങ്ങിയത്. പക്ഷെ എന്താ പറഞ്ഞത്? നിന്റെ ദാസിയെ മകനെ നിന്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കാൻ. വെറുതെ പറഞ്ഞല്ല, അവർക്ക് വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്. ദൈവം അവളെ അവരുടെ തലമുറ അനുഗ്രഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പരിഹാസത്തിന് നടുവിൽ ദൈവം അബ്രഹാമിനെയും കുടുംബത്തെയും മാറ്റി നിർത്തി. കരവുകൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ചില പരിഹസിക്കുന്ന അനുഭവത്തിൽ നിന്ന് ദൈവത്തിനെ തൽക്കാലം മാറ്റി നിർത്തുമ്പോ ഇപ്പോഴെനിക്കൊരു ദൂത് വെളിപ്പെട്ട് വരുന്നത്. ദാവീദിനെ എപ്പോഴാണ് ദൂത് വെളിപ്പെട്ടത്?
കുറച്ചു നാള് ദാവീദിനെ ദൈവം ഒന്ന് മാറ്റി നിർത്തി. ഹല്ലേലൂയ. അതുപോലെ എനിക്ക് ഇപ്പോഴാ വെളിപ്പെട്ട് വരുന്നത്. എപ്പോഴാ? കുറച്ചു നാൾ ദൈവം ദാവീദിനെ ഒന്ന് മാറ്റി നിർത്തി. പരിഹസിക്കുന്ന ചേട്ടന്മാരുടെ ഇടയിൽ നിന്ന് ഒന്നിനും കൊള്ളിയല്ല എന്ന് പറഞ്ഞ് പരിഹസിച്ച് ഗോലിയാത്തിന് മുമ്പ് ചെന്നപ്പോൾ പറഞ്ഞില്ലേ, എന്തിനാടാ അവിടെ വന്നത്? നിന്നെ എന്തിനാ ഉള്ള അവിടെ? വീട്ടിൽ പോടാ, ചേട്ടന്മാരൊക്കെ അവിടെ ഉണ്ട്, ഞങ്ങള് ഇവിടെ കാര്യമൊക്കെ നോക്കാൻ ഞങ്ങളുണ്ട്. നിനക്ക് പൊന്നൊഴിക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം? വീട്ടിൽ പോടാ. ഇത്രയുള്ളൂ അവിടെ മുമ്പിൽ ദാവീദ്. കർത്താവ് കുറച്ച് നാള് കാട്ടിലേക്ക് അയച്ചെന്നേ, നാടിന്റെ ഇടയിലേക്ക് അയച്ചെന്നേ. അവിടെ ചേട്ടന്മാരില്ലെന്നേ, അവിടെ പരിഹാസമില്ലെന്നേ, അവിടെ ഒറ്റപ്പെടുത്തലില്ലെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് നടുവിൽ ദാവീദ് ദൈവത്തോട് കൂടെ നടന്നു. പിന്നെ ദൈവം വിളിച്ചത്, ചേട്ടന്മാർ നടുവിലേക്ക് കൊണ്ടുവന്നത്, അപ്പന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് മാനിക്കാൻ, അഭിഷേകത്തിന് തൈല തലയിൽ ഒഴിക്കാനാ ദൈവം കൊണ്ടുവന്നത്. രാജാവായിട്ടാ കൊണ്ടുവന്നത്. ദൈവം പരിശുദ്ധാത്മാവിൽ തരുന്ന ദൂതനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അല്പസമയം ദാവീദിനെ മാറ്റി നിർത്തിയപ്പോ അപ്പനും അമ്മേനെ മറന്നുപോയെന്ന് ഉടഞ്ഞു പോയി രാട്ടുപാമേൻ ഒരു ഉടഞ്ഞു പോയി ഒരു ഓട്ടി കഷ്ടം പോലെ എന്നെ മറന്നുപോയെന്ന് വിലപിക്കുന്ന ദാവീദേ, അല്പകാലം ദൈവം നിന്നെ മാറ്റി നിർത്തിയതാ. കാട്ടിന്റെ നടുവിൽ ദൈവം നിന്നെ അല്പസമയം ഒന്ന് മാറ്റി നിർത്തിയത് ദൈവത്തിന്റെ കയ്യിലൊന്ന് നിൽക്കാനാകട്ടോ, ഒരിണങ്ങിയ ആയുധമായി തീരാനാ. ഓ ഹല്ലേലൂയ. ഗോലിയാത്തിന് മുമ്പിൽ മൂർച്ചയുള്ള ആയുധമായി നിന്നത് ദാവീദിന്റെ കയ്യിലെ കവണയിൽ വെച്ച കല്ലായിരുന്നില്ല. ആമേൻ. കാട്ടിൽ വെച്ച് ദൈവം മൂർച്ചയുള്ള ആയുധമാക്കിയ ദാവീദായിരുന്നു. എന്റെ ആത്മജീവിതത്തിൽ ദൈവം തന്നെ ചിലയിടങ്ങളിൽ മൂർച്ചയുള്ള ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകുമ്പോൾ അത് വ്യക്തിപരമായ ഒരു അനുഭവത്തിലാണ്. ചേട്ടന്മാർക്കില്ലാത്തൊരു അനുഭവം ദാവീദിനുള്ളത്. ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തില് ചേട്ടന്മാർക്കില്ലാത്തൊരു അനുഭവം. ചേട്ടന്മാരാരെങ്കിലും സംഘത്തിൽ എഴുതിയിട്ടുണ്ടോ? ചേട്ടന്മാരാരെങ്കിലും സംഘത്തിൽ എഴുതിയിട്ടുണ്ടോ? ചേട്ടന്മാരാരെങ്കിലും പാടിയിട്ടുണ്ടോ? യഹോവയുടെ ഇടയനാണെന്ന് മരണത്തിന് താഴ്വരയിൽ കൂടെ പോയാലും ഞാൻ ഭയപ്പെടില്ലെന്ന് ചേട്ടന്മാരാരെങ്കിലും പാടിയിട്ടുണ്ടോ? നീ പാട്ട് പഠിപ്പിച്ചത് ഈ ഗോലിനും താഴ്വരയിലൂടെ നീ പോയപ്പോഴല്ലേ? അല്ലേ അല്ലേ അല്ലേ? മരുഭൂമിയില് കാട്ടില് ദൈവം സംസാരിക്കുമ്പോ വേറെ ശബ്ദമൊന്നുമില്ല. നീ ഒന്നുമില്ല. ആട് കുറ്റമൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. ചില അനുസരണക്കേടൊക്കെ ഉണ്ടെങ്കിലും കുറ്റമൊന്നും പറയില്ലല്ലോ. അതിന് നടുവിലും ദാവീദേ, അങ്ങേ സ്നേഹിക്കുന്ന കുറച്ച് ആടുകളില്ലേ? ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി വരുന്ന ചില ആടുകളില്ലേ ആ കൂട്ടത്തില്? ഇപ്പോഴും നിന്നെ ഓർക്കുന്ന നിന്റെ അപ്പനും അമ്മയെ നിന്നെ ഓർത്തില്ലെങ്കിലും, നിന്റെ ചേട്ടന്മാർ നിന്നെ ഓർത്തില്ലെങ്കിലും, ആ കൂട്ടത്തിൽ നിന്നെ ഓർക്കുന്ന ആടുകൾ അതിനകത്തുണ്ടല്ലോ. നിന്റെ ശബ്ദം കേട്ട് നിന്റെ അടുത്തേക്ക് ഓടി വരുന്ന ആട്ടുപറ്റങ്ങൾ. ശമൂവേൽ പ്രവാചകൻ അവിടെ വന്നപ്പോ നിന്നെ ഓർക്കാതെ മറന്നുപോയെങ്കിലും, നിസ്സഹായമായ ആടുകളാണെങ്കിലും, പാവപ്പെട്ട ആടുകളാണെങ്കിലും, കപടതയില്ലാത്ത ആട്ടുപറ്റമാണെങ്കിലും, നിന്റെ ശബ്ദം തിരിച്ചറിയുന്ന നിന്നെ ഓർക്കുന്ന ആട്ടുപറ്റം അതിനകത്തുണ്ടല്ലോ. അതാണ് നിനക്ക് ദൈവം, അതാണ് നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, നിന്നെ ഓർക്കുന്നവരുണ്ട് കേട്ടോ. അതൊരു വലിയ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. വേർതിരിച്ച് പുറത്തേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോവുക കൈക്ക് പിടിച്ചുകൊണ്ട്.
കൊണ്ടുവന്നവരെ വിട്ടു. കൊണ്ടുവന്നവർ പറഞ്ഞു ഞങ്ങളെ കൂടെ വരാമെന്ന്. കൊണ്ടുപോകുന്ന പറഞ്ഞു നിങ്ങൾ ആരും വരണ്ട, നിങ്ങൾ ഇവിടെ നിന്നാന്ന്. കർത്താവ് പറഞ്ഞു ഇനി നിങ്ങൾ അവനെ കാണാൻ പോകുന്നില്ല, ഇനി അപമാനത്തിലേക്ക് അവനെ ഞാൻ വിടുന്നില്ലെന്നേ. അവൻ ഈ ബത്സയിൽ നിന്ന് ഒത്തിരി അപമാനങ്ങൾ ഏറ്റവനാകട്ടോ. ഇനി ഞാൻ അവന് സൗഖ്യം കൊടുത്തൊരു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി നീ ഊരിൽ കടക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവൻ സൗഖ്യം പ്രാപിച്ച് വിഴിച്ചു നോക്കി എല്ലാം സ്പഷ്ടമായിട്ട് കണ്ടപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു നീ ഊരിൽ കടക്കപോലുമില്ലെന്ന് പറഞ്ഞിട്ട് അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. കാരണം അവന്റെ വീട് ആ ഊരിനകത്തായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിഹസിച്ചവടെ നടുവില്ലെന്ന്, നിന്ദിച്ചവടെ നടുവില്ലെന്ന് കർത്താവ് അവനെ പറഞ്ഞു വിട്ടത് ആ ഊരിലേക്ക് നീ കടക്കരുതിനി. കേട്ട പരിഹാസമൊക്കെ മതി, കേട്ട നിന്നൊക്കെ മതി, കേട്ട അപവാദമൊക്കെ മതി. ഇതിനു വേണ്ടിയിട്ടല്ല നിനക്ക് ഞാൻ സൗഖ്യം തന്നത്, ഇതിനു വേണ്ടിയിട്ടല്ല നിന്നെ വേർതിരിച്ചത്, ഇതിനു വേണ്ടിയിട്ടല്ല നിന്നെ വേർതിരിച്ചത്, ഇതിനു വേണ്ടിയിട്ടല്ല 10,000 നടുവിൽ നിന്ന് ഞാൻ നിന്നെ കൈക്ക് പിടിച്ചത്. നല്ല കണ്ണു കാണാത്തവനായി, ഒരു കുരുടനായി, പിച്ചക്കാശം കൊണ്ട് പുറേ നടന്നവര് അവിടെ നടുവിൽ ഈ ഒരു ബിസിനസ്സുകാരനായിട്ട് എനിക്കല്ലാവും. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വചനത്തിൽ നിന്ന് ഒത്തിരി സംസാരിക്കാനുണ്ട് കേട്ടോ. ഞാൻ അല്ലെങ്കിൽ ഏത് ദൈവത്തിനെ എടുത്താൽ അത് പൂർത്തീകരിക്കാൻ എനിക്ക് പറ്റാറില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. സംസാരിച്ച് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ സമയം നമുക്ക് പരിമിതമാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള കുഞ്ഞെ, ചിലർ കർത്താവിന്റെ അടുത്തേക്ക് ആ കുരുടനെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവന്റെ കാര്യങ്ങളെല്ലാം പിന്നെ കർത്താവ് ഏറ്റെടുത്തു. അവന്റെ കൈക്ക് പിടിച്ച് അവനെ നടത്തിക്കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഇനി അവരുടെ ആശയം നിനക്ക് വേണ്ട, ഇനി അവര് നിന്നെ കൊണ്ടുവന്നെന്ന് അവർ പറയണ്ട കേട്ടോ. ഇനി ആശ്രയം നിനക്ക് വേണ്ട, അവരുടെ ആശ്രയം നിനക്ക് വേണ്ട. ആമേൻ. യേശുവിലാണ് നിന്റെ ആശ്രയം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചെറുകിയും അപ്പാ നീ കുരുടനായിട്ടാണല്ലോ വീട്ടിൽ നിന്ന് പോയത്, അലിഞ്ഞു തിരിഞ്ഞത്. ആരാ നിനക്ക് കാഴ്ച തന്നത്? ഏത് ആശുപത്രിയാണ് നിന്റെ ഓപ്പറേഷൻ നടന്നത്? ഏത് ഡോക്ടറാണ് നിനക്ക് ഓപ്പറേഷൻ നടത്തിയത്? നിന്റെ പൈസ ഇല്ലായിരുന്നല്ലോ. അവൻ പറയും ഒരു ഡോക്ടറും അല്ല, ആമേൻ, യേശു എന്നൊരു മനുഷ്യൻ അവനെ കൈക്ക് പിടിച്ച് അവനെ ഗ്രാമത്തിൽ നിന്ന്, അവനെ ഊരിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. അവൻ കാഴ്ചയുള്ളവനാകാൻ അവൻ എന്നോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കാഴ്ചയുള്ളവനായിട്ട് മാറി. അവന്റെ കണ്ണിന്മേൽ കൈവച്ചപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു എന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. അവന്റെ മക്കളോട് പറയാനുണ്ട്, അവന്റെ അപ്പനോട് പറയാനുണ്ട്, അവന്റെ അമ്മയോട് പറയാനുണ്ട്, അവന്റെ ഭാര്യയോട് പറയാനുണ്ട്, അവന്റെ അയൽക്കാരോട് പറയാനുണ്ട്, അവന്റെ കൂട്ടുകാരോട് പറയാനുണ്ട്. യേശു എനിക്ക് കാഴ്ച തന്നു. യേശു എന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തു. ഞാൻ ഇന്നലെ വരെ, ഈ നിമിഷം വരെ, അല്പം മുമ്പ് വരെ കൂടുതലായിരുന്നു. ഇപ്പോൾ ഞാൻ കാഴ്ചയുള്ളവനാണ്. കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളെ കാണാം. ഇന്നലെ വരെ നിങ്ങളുടെ മുഖം തപ്പി നോക്കുകയായിരുന്നു. ഇന്നലെ വരെ നിങ്ങളുടെ മുഖം തപ്പി നോക്കിയതായിരുന്നു. ഓ, നിങ്ങളുടെ മുഖം നിങ്ങളെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ മുഖം എനിക്ക് കാണാം. നിങ്ങളുടെ ഓമന മുഖം എനിക്ക് കാണാം. ഓ, നിങ്ങളുടെ ഓമന കണ്ണുകൾ എനിക്ക് കാണാം. ഓ, നിങ്ങളുടെ രൂപം എനിക്ക് കാണാം. യേശു എനിക്ക് സൗഖ്യം തന്നു. യേശു എനിക്ക് സൗഖ്യം തന്നു. ഭാര്യയോട് പറഞ്ഞു, എത്ര നാളായി കുഞ്ഞെ നിന്റെ മുഖം ഞാനത് കണ്ടിട്ട്. പ്രിയപ്പെട്ടവളെ, നിന്റെ മുഖം കണ്ടിട്ട് എത്ര നാളായി. എനിക്ക് നിന്റെ മുഖം എനിക്ക് കാണാം. ഇതെല്ലാം കാരണം യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. യേശു എന്ന മനുഷ്യൻ. നിന്റെ ജീവിതത്തിൽ മാറ്റാൻ സന്തോഷമെന്നറിയുക, സന്തോഷമെന്നറിയുക. യേശു എനിക്ക് മാറ്റം വന്നു. യേശു എന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ എനിക്ക് എന്തെല്ലാം മാറ്റമുണ്ടായി. യേശു എന്റെ കൈക്ക് പിടിച്ചപ്പോൾ എന്തെല്ലാം മാറ്റമുണ്ടായി. ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മൾ ഒരുമിച്ച് കർത്തൃസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
പ്രിയ മനോജ് ബ്രദർ പ്രാർത്ഥിക്കുകയും കർത്താവിന് ശേഷദാസന് ആശീർവാദം പറഞ്ഞ് ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയും ചെയ്യും.